ഹൈ ഓൾ ദി മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് എന്ന ഹിസ്റ്ററി ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഡിസ്കസ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലേ. അതിൻ്റെ ഫോർമേഷനെ കുറിച്ചും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്ക് മാത്രമാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡീകോളനൈസേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: When the Second World War ended, large part of the world was still under European colonial rule. നമുക്കറിയുന്ന കാര്യമാണ് സെക്കൻഡ് വേൾഡ് വാർ ഇന്ത്യ എന്ന് പറയുമ്പോൾ 1939 തുടങ്ങിയിട്ട് 1945 സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. പക്ഷേ ആ സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്ത സമയത്ത് പോലും പല കൺട്രീസും എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസ് എല്ലാം എന്തായിരുന്നു, ഈ കൊളോണിയൽ റൂളിൻ്റെ കീഴിൽ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയും, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1947 മീൻസ് ആഫ്റ്റർ 2 years ആഫ്റ്റർ വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. Now, over the next 2 decades, most colonies in Asia and Africa emerged as independent nations. പറയുന്ന കാര്യമാണ്. അതിനുശേഷം ആഫ്രിക്കയിലും ഏഷ്യൻസിലെല്ലാം ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, അത് സ്ട്രെങ്തൻ ചെയ്യുകയും ലേറ്റർ ദീസ് കൺട്രീസ് ഗോട്ട് ഇൻഡിപെൻഡൻസ്. ദേ വർ ഹവർ ഓവർബർഡൻ ബൈ പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടെന്നെങ്കിലും അവരുടെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല, സൗണ്ട് ആയിരുന്നില്ല. ബിക്കോസ് നമുക്കറിയാം അവർ ലെറ്റ്സ് ടേക്ക് ഇന്ത്യ ആസ് എക്സാമ്പിൾ. നമുക്ക് ഒരുപാട് റിസോഴ്സ് മുമ്പുണ്ടായിരുന്നു, അതെല്ലാം അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു കൊളോണിയൽ പവേഴ്സ് എല്ലാം അത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ഈവൻ ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിൽ പോലും അവരുടെ എക്കണോമിക് കണ്ടീഷൻ അത്ര നല്ലതായിരുന്നില്ല. Now, the IMF and World Bank were designed to meet the financial needs of the industrial countries. They were not equipped to cope with the challenges of poverty and lack of development in the former colonies. നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക് ആയിരുന്നല്ലോ ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ രണ്ട് കാര്യമാണ് വരുന്നത്, IMF ആൻഡ് വേൾഡ് ബാങ്ക്. ഓക്കെ, ആക്ച്വലി ഈ ഒരു IMF ആൻഡ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു അസിസ്റ്റ് മെമ്പർ കൺട്രീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് ആണ് പറയുന്നത്. ദേ വർ നോട്ട് എക്വിപ്ഡ് ടു കോപ്പ് വിത്ത് ദ ചലഞ്ച് ഓഫ് പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫോമർ കോളനീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കൺട്രീസിനും ആഫ്രിക്കൻ കൺട്രീസിനെല്ലാം ഇൻഡിപെൻഡൻസ് കിട്ടിയിരുന്നു. അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് വിചാരിക്കും, ഈ IMFും വേൾഡ് ബാങ്കും അവരെ സഹായിക്കുന്നവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നത്തിങ് ഹാപ്പൻ. കാരണം അതാണ് പറയുന്നത്, അവർ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമായിരുന്നു. ഈ ന്യൂലി എമേർജ് ഇൻഡിപെൻഡൻറ്റ് നാഷൻസ് ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു അസിസ്റ്റൻസ് ആ സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Large cooperation of other powerful countries, for example the US, also often manage sector rise to exploit developing countries' natural resources very cheaply. നമ്മൾ പറഞ്ഞല്ലോ, ഈ IMF വേൾഡ് ബാങ്കും അതർവൈസ് ടുഗദർ നോൺ ആസ് ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യില്ലാതെ മാത്രമല്ല, ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം വീറ്റോ പവറുള്ള കൺട്രി ആയിരുന്നു US എന്ന് പറയുന്നത്. വി ഡിസ്കസ് ദ ടോപ്പിക് ലാസ്റ്റ് ഡേ. ഇനി ആ US ഇവരെ ഹെൽപ്പ് ചെയ്യില്ലാതെ മാത്രമല്ല, എഗെയിൻ അവരെന്ത് ചെയ്തു, ദേ കണ്ടിന്യൂ ദ സെയിം പ്രാക്ടീസ് ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് ദീസ് കൺട്രീസ്. അതാണ് ഒരു പോയിന്റിൽ പറയുന്നത്. ഹെൽപ്പ് ചെയ്യില്ലാതെ മാത്രമല്ല, ഈ US പിന്നീട് ഒരുപാട് റൈറ്റ് കിട്ടുകയാണ് ടു എക്സ്പ്ലോയിറ്റ് ദ നാച്ചുറൽ റിസോഴ്സ് ഓഫ് ദീസ് കൺട്രീസ്. At the same time, most developing countries did not benefit from the fast growth of Western economies experienced in the 1950s and 1960s. നമുക്കറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഇൻഡിപെൻഡൻസ് ശേഷവും അവരുടെ കണ്ടീഷൻ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ എക്കണോമീസ് ആയിരുന്നു ആ സമയത്ത് കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എല്ലാം എക്കോണമി വളരെ ആ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിച്ചിരുന്നത്. ഇത് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരിക്കലും IMFിൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ഒരു അസിസ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനി അവർ എന്ത് ചെയ്യണം, അവരൊരു സൊല്യൂഷൻ കാണണമല്ലോ. അതാണ് ഇനി ഉള്ള പോയിന്റ്സിൽ പറയുന്നത്. Therefore, they organize themselves as a group. It is known as the Group of 77, popularly known as G77. അപ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാം അവർ മറ്റൊരു ഗ്രൂപ്പ്, ദേ ജസ്റ്റ് ഫോംഡ് എ ന്യൂ ഗ്രൂപ്പ് നോൺ ആസ് ഗ്രൂപ്പ് ഓഫ് 77. അതിന് അവരുടെ മെയിൻ ഡിമാൻഡ് എന്തായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേമാണിത്, ടു ഡിമാൻഡ് എ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ, അതർവൈസ് നോൺ ആസ് NIEO. അതിനെ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ, അതർവൈസ് നോൺ ആസ് NIEO. ഇനി ഈ NIEOയിൽ സാധാരണ നമുക്കൊരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു G77 കൺട്രീസ് പുതുതായിട്ട് ഫോം ചെയ്ത കൺട്രീസ് ഒരു ഗ്രൂപ്പായിരുന്നു, ഫോംഡ് ബൈ ഡെവലപ്പിംഗ് കൺട്രീസ്. അവരുടെ ഡിമാൻഡ് ഈസ് നോൺ ആസ് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ. ഇനി സാധാരണ CBI ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള 3 ഡിമാൻഡ്സ് റൈസ്ഡ് ബൈ G77 കൺട്രീസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ്
ഗീവ് ദം റിയൽ കൺട്രോൾ ഓവർ ദെയർ നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയില്ല ആ സമയത്ത് കൊളോണിയൽ പവേഴ്സ് ആയിരുന്നു ഈ കൺട്രീസിനെല്ലാം നാച്ചുറൽ റിസോഴ്സ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പർ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ കൺട്രോൾ ഇവർക്ക് കിട്ടും. അതാണ് ഫസ്റ്റ് ഡിമാൻഡ്, ടു ഗെറ്റ് ഫുൾ കൺട്രോൾ ഓവർ ദെയർ നാച്ചുറൽ റിസോഴ്സസ്. സെക്കൻഡ് ഡിമാൻഡാണ് മോർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. ദേ നീഡ് മോർ ഡെവലപ്മെൻറ്റ്. അത് ഫിനാൻഷ്യലി രൂപത്തിലാവാം, എന്ത് തന്നെ ആയാലും അവർക്ക് കൂടുതൽ അസിസ്റ്റൻസ് ഹെൽപ്പ് കിട്ടണം. നൗ തേർഡ് ഡിമാൻഡ് ഫെയർ പ്രൈസ് ഫോർ റോ മെറ്റീരിയൽ. നമുക്കറിയാം ഇന്ത്യ പോലുള്ള കൺട്രിയിൽ ആ സമയത്തൊക്കെ ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. കോട്ടൺ ആണെങ്കിലും സ്പൈസ് ആണെങ്കിലും പെപ്പർ ആണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു റോ മെറ്റീരിയൽസ് എല്ലാം മുമ്പ് ഇതെന്തായിരുന്നു, ഈ കൊളോണിയൽ പവേഴ്സ് നമുക്ക് അധികം ഒന്നും പ്രൈസ് തരാതെ അവരങ്ങോട്ട് ലൂട്ട് ചെയ്ത് കൊണ്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ബട്ട് നൗ നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അതിന് ഫെയർ ആയിട്ടുള്ളൊരു പ്രൈസ് കിട്ടണമെന്ന് വന്നു. അതാണ് തേർഡ് ഡിമാൻഡ്. ഇന്നൊരു ഡിമാൻഡോട് വരുന്നത് ടോട്ടൽ 4 ഡിമാൻഡ്സ് ആണ്. ഐ തിങ്ക് ടോൾ 3 ഇൻ ദ ബിഗിനിങ്, ഇറ്റ്സ് ആക്ച്വലി 4 ഡിമാൻഡ്സ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഡിമാൻഡാണ് ബെറ്റർ ആക്സസ് ഫോർ ദെയർ മാനുഫാക്ചർഡ് ഗുഡ്സ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് മാർക്കറ്റ്. ഇനി റോ മെറ്റീരിയൽസ് നല്ല വില കിട്ടിയാൽ മാത്രം പോരാ, മറ്റൊരു കാര്യമുണ്ട്, ഇവർക്ക് മറ്റു കൺട്രീസിലെ മാർക്കറ്റിംഗ് ഫെസിലിറ്റി കൂടെ വേണം. അതാണ് പറയുന്നത് they need more market facilities in developed countries market. അപ്പോൾ ഈ 4 ഡിമാൻഡ്സാണ് G77 ഡിമാൻഡ്. ഇറ്റ് ഈസ് ടുഗദർ നോൺ ആസ് NIEO, ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ. ഓക്കെ, സോ നമുക്ക് അത്രയും കാലമാണ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ദി എൻഡ് ഓഫ് ബ്രെട്ടൺ വുഡ്സ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം ഏകദേശം ഒരു 1940s കൂടിയിട്ട് ആ ഒരു ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു 2 അസോസിയേഷൻ, ആ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ അവർ ഓപ്പറേഷൻ പല ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫെയിലിയർ ആയിരുന്നു. അവർ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത് ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെ ആയിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് അങ്ങനെ ഗ്രാജ്വലി ആ ഒരു 1947 വർക്കും തുടങ്ങിയ ആ ഒരു ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ് ഗ്രാജ്വലി കൊളാപ്സ്ഡ് ആവുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്നുള്ള കാര്യം പിന്നീട് ആ ലോകത്തിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്പൈറ്റ് ഇയേഴ്സ് ഓഫ് സ്റ്റേബിൾ ആൻഡ് റാപ്പിഡ് ഗ്രോത്ത്, നോട്ട് ഓൾ വാസ് വെൽ ഇൻ ദിസ് പോസ്റ്റ് വാർ വേൾഡ്. നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലെല്ലാം ആ ഒരു പോസ്റ്റ് വാർ റിക്കവറി കുറച്ച് സ്പീഡപ്പ് ആയിരുന്നെങ്കിലും ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കൺട്രീസിന് ആ ഒരു ക്രൈസിസിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നൗ ഫ്രം ദ 1960s, the rising cost of its overseas involvements weakened the US finance and competitive strength. നമുക്കറിയാം US എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു കാര്യമായിരുന്നു. അവരെ മുമ്പൊരു ഡെബിറ്റർ ആയിരുന്നെങ്കിൽ പിന്നീട് ദേ ബിക്കം ഇൻ്റർനാഷണൽ ക്രെഡിറ്റർ. അങ്ങനെ അവർ പല ഓവർസീസ് കൺട്രീസിനും പല എക്സ്റ്റേണൽ കൺട്രീസിനും ഒരുപാട് മണി അവർ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ആ ഒരു മണി ലെൻഡിങ്ങിൻ്റെ ആ ഒരു പവർ USA മെല്ലെ കുറഞ്ഞു വന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കൺട്രീസിന് ഇങ്ങനെ മണി ലെൻഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത് ആ ഒരു 1960s ആയപ്പോഴേക്കും ആ ഒരു USA ഇമ്പോർട്ടൻസ് മെല്ലെ ഒരു ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് മെല്ലെ അവിടെ ഡിക്ലൈൻ ചെയ്തു. സോ the US dollar now no longer commanded confidence as the world's principal currency. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ഈ ബ്രെട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അല്ല, നമ്മൾ പറഞ്ഞിട്ടായിരുന്നു പെഗ് ദ കറൻസി ഓഫ് അതർ കൺട്രീസ് വിത്ത് US ഡോളർ. നമ്മൾ മറ്റ് കൺട്രീസിൻ്റെ കറൻസി എല്ലാം US ഡോളറിൻ്റെ ആ ഒരു ബേസിൽ നമ്മൾ ആ സമയത്ത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മറ്റു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾഡിൻ്റെ കണക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ഒരു USA ഇക്കണോമി ആ ഒരു കൊളാപ്സോട് കൂടി ആ ഒരു സിസ്റ്റവും മെല്ലെ കുറഞ്ഞു വന്നു. It could not meet its value in relation to gold. This eventually led to the collapse of the system of fixed exchange rate and the introduction of a system of floating exchange rate. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ആ ഒരു സമയത്ത് നമ്മളെല്ലാ കൺട്രീസിൻ്റെയും കറൻസി അല്ലെങ്കിൽ ഗോൾഡിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് US ആ ഒരു ഡോളറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ US ഡോളറിൻ്റെ ആ ഒരു പവർ കുറഞ്ഞത് കാരണം ആ ഒരു ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം മാറിയിട്ട് നമ്മൾ പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, നമുക്കിവിടെ 3 കാര്യം കാണാൻ പറ്റും. നമുക്കറിയാം ഫസ്റ്റ് വൺ എക്സ്ചേഞ്ച്, നമുക്കറിയുന്ന കാര്യമാണ്. ദേ ലിങ്ക് നാഷണൽ കറൻസീസ് ഫോർ പർപ്പസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ദർ ആർ ബ്രോഡ്ലി 2 kinds ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അത് ഓർത്ത് വെക്കണം. ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അതർവൈസ് നോൺ ആസ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്.
when exchange rate are fixed and governments intervene to prevent movement in them. It is known as fixed exchange rate. അതായത് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അത് ഫിക്സ് ചെയ്യുന്നതും അതിൽ ചേഞ്ച് വരുത്തുന്നതെല്ലാം ഗവൺമെൻറ് ആണെങ്കിൽ അത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഗവൺമെൻറ് ഇൻ്റർഫറൻസ് കുറച്ച് കൂടുതലുള്ള സിസ്റ്റമാണ് ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. നിങ്ങൾ ആ ഒരു വാക്ക് മാത്രം ഓർത്തിരുന്നാൽ മതി. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് മോർ ഇൻ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഫ്ലെക്സിബിളിലേക്ക് വരുമ്പോഴോ അതർവൈസ് നോൺ ആസ് ഫ്ലോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ദീസ് റേറ്റ് ഫ്ലക്ച്വേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് കറൻസീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻ പ്രിൻസിപ്പിൾ വിത്തൗട്ട് ഇൻ്റർഫറൻസ് ബൈ ഗവൺമെൻറ്. ഇവിടെ ഇത് ചേഞ്ച് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസോ ഇൻ്റർവെൻഷനോ മൂലമല്ല, മറിച്ച് എന്താണ് ആ ഒരു കറൻസീസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ അത് കുറച്ച് കുറയുന്നു, വാല്യൂ കുറയുന്നു, ഡിമാൻഡ് കൂടുമ്പോൾ കൂടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് മോർ ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിങ്. അത്ര ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ല. ഇനി മെയിനായിട്ട് ഓർക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ കുറവാണ്, ഓർ യു ക്യാൻ സേ ദർ ഈസ് നോ ഇൻ്റർഫറൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെൻറ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫിക്സ്ഡ് ആയി വരുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കൂടുതലാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് അവിടെ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓർക്കേണ്ട കാര്യം, ആ ഒരു 1960s ഓൺവേർഡ്സ് യു എസിൻ്റെ കറൻസിയുടെ ആ ഒരു വാല്യൂ കുറഞ്ഞത് കാരണം, യു എസിൻ്റെ മൊത്തം എക്കണോമിക് കൊളാപ്സ് ആയത് കാരണം നമ്മൾ മെല്ലെ ആ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നും മെല്ലെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് നമ്മൾ മെല്ലെ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വലിയൊരു ഏരിയ ആണ്. നമുക്കിനി ഏകദേശം ഒരു 5 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, from the mid-1970s, the international financial system also changed in important ways. Earlier, developing countries could turn into international institutions for loans and development assistance, but now they were forced to borrow from Western commercial banks and private lending institutions. നിങ്ങളത് ഒരു ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ആ പറയുന്ന കാര്യം മനസ്സിലായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ അറിയോ, ഇവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യവും കണക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ 1947 മുതൽ ഒരു ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു, ബ്രട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് മറ്റ് കൺട്രീസ് അസിസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. കുറച്ച് കൺട്രീസിനൊക്കെ അവർ അസിസ്റ്റ് ചെയ്തു. തുടക്കത്തിലൊക്കെ അവർ ഏകദേശം ഡെവലപ്പിംഗ് കൺട്രീസിനും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി ആ ഒരു അസിസ്റ്റൻസ് അവരുടെ ഭാഗത്തു നിന്ന് കുറഞ്ഞു വന്നു. 1970s കൂടിയിട്ട് ആ ഒരു സിസ്റ്റം തന്നെ മൊത്തത്തിൽ ഇല്ലാതാവുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്തായിരിക്കും, മുമ്പെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് കുഡ് ടേൺ ഇൻ ടു ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ ലോൺസ്. മുമ്പ് അവർക്ക് ഇത്ര അസോസിയേഷനിൽ ലോൺ എടുക്കാമായിരുന്നു, മണി ബോറോ ചെയ്യാമായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു സിസ്റ്റം ഇല്ലാതായത് കാരണം ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നൗ ദേ വർ ഫോഴ്സ്ഡ് ടു ലെൻഡ് മണി ബോറോ മണി ഫ്രം വെസ്റ്റേൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ പ്രൈവറ്റ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ അവർക്ക് ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, മറിച്ച് ഈ മറ്റ് കൺട്രീസിലെ ബാങ്കിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൈവറ്റ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. അവർ ഇയർ ഓർത്തിരിക്കുക, ഫ്രം mid-1970s ഓൺവേർഡ്സ്. ഓക്കെ, this led to the periodic debt crisis in the developing world and the lower income and increased poverty, especially in Africa and Latin America. അത് എന്തിനു അറിയില്ല, റിസൾട്ടായിട്ട് വരുന്ന കാര്യമാണ്. അവർക്ക് പൈസ കൂടുതൽ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പൈസ കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് മോർ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അവർക്ക് അവർ ഡെപ്റ്റ് ട്രാപ്പിൽ പെട്ടുപോകും. അതാണ് പറയുന്നത് ദിസ് ലെഡ് ടു പീരിയോഡിക് ഡെപ്റ്റ് ക്രൈസിസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി, എസ്പെഷ്യലി നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസുമാണ് ആ ഒരു ക്രൈസിസ് അവർ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. നൗ from the late 1970s, MNCs also began to shift their production operation to low-wage Asian countries. ഇനി ഇതിൽ പറയുന്നത് ഇതേ സമയത്ത് 1970s മുതൽ മറ്റൊരു കാര്യം കൂടെ വേൾഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്കറിയാം MNCs, മൾട്ടിനാഷണൽ കമ്പനീസോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എക്കണോമിക്സിൽ. അപ്പോൾ ഈ MNCs അവരുടെ ആ ഒരു ഓപ്പറേഷൻ ഗ്രാജുവലി അവർ ഈ ഏഷ്യൻ കൺട്രീസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ പറയുന്നത് ഈ ഏഷ്യൻ കൺട്രീസിലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള കാര്യമാണ്. അതായത് കുറച്ചുകൂടെ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ആവറേജ് ഒരു ലേബർ കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. വെസ്റ്റേൺ കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഏഷ്യൻ കൺട്രീസിലെ ലേബേഴ്സ് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MNCs എല്ലാം കുറച്ചുകൂടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഗ്രാജുവലി ഈ ഏഷ്യൻ കൺട്രീസിലോട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എസ്പെഷ്യലി ചൈനയിലോട്ടാണ് അവർ ഷിഫ്റ്റ് ചെയ്തത്. നമുക്കറിയാം ചൈനയിൽ നിന്ന് ഒരുപാട് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ടല്ലോ, മൊബൈൽ ഫോൺ ആണെങ്കിലും അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും. അതിൻ്റെ എല്ലാം മെയിൻ റീസൺ ഇത് തന്നെയാണ്, അവിടുത്തെ ആ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക് ലോ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചീപ്പ് റേറ്റ് നമുക്ക് പ്രൊഡക്ട്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി
China had been cut off from the post-war world economy since its revolution in 1949. ഈ 1949 ചൈനയിലുണ്ടായിട്ടുള്ള ചില ഇൻറ്റേർണൽ ക്രൈസിസ് കാരണം അവർക്ക് ചില ഒരുപാട് റവല്യൂഷൻസ് ഒരുപാട് അവിടുത്തെ കുറച്ച് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കാരണം ഈ ചൈനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചൈന ഹാഡ് ബീൻ കട്ട് ഓഫ് ഫ്രം ദ പോസ്റ്റ് വാർ വേൾഡ് എക്കോണമി സിൻസ് ഇറ്റ്സ് റവല്യൂഷൻ 1949. സോ 1949 മുതൽ ആ ഒരു വേൾഡ് ട്രേഡിലെല്ലാം ചൈനയുടെ റോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓർക്കേണ്ട കാര്യം ഇവരുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ കൺട്രീസ് ആയിരുന്നല്ലോ. MNCസിൻ്റെ പുതിയ ലൊക്കേഷൻ പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏഷ്യൻ കൺട്രീസ് ആയിരുന്നു. അതിൽ അവർ ചൈനയെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, thus they become attractive destination for investment by foreign MNCs competing to capture world market. The relocation of industry to low wage countries stimulated world trade and capital flow. അപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് MNCs അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം എൻ്റെ സെൻറ്ററായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അവർ ചൈനയും അതുപോലുള്ള മറ്റ് ഏഷ്യൻ കൺട്രീസും സെലക്ട് ചെയ്തു. അത് ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അത് ശരിക്കും ആ ഒരു വേൾഡ് ട്രേഡിന് പുതിയൊരു എനർജി അവിടെ കൊടുത്തെന്നാണ് പറയുന്നത്. ദ റീലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ലോ വേജ് കൺട്രീസ് സ്റ്റിമുലേറ്റഡ് വേൾഡ് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോ. ഒരു പുതിയ സ്റ്റിമുലേഷൻ അവർക്ക് കിട്ടുമായിരുന്നു, വേൾഡ് ട്രേഡ് കിട്ടുമായിരുന്നു ആ ഒരു പുതിയ റീഅലോക്കേഷൻ്റെ ഡിസിഷൻ മൂലം. ഇനി ലാസ്റ്റ് പോയിന്റ്. In the last 2 decades, the world's economic geography has been transformed as countries such as India, China and Brazil have undergone rapid economic transformation. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ MNCസിൻ്റെ എല്ലാം പുതിയ സെൻറ്ററായിട്ട് അവർ ഏഷ്യൻ കൺട്രീനെ സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് തന്നെ ഒരുപാട് അവർ മെല്ലെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് കിട്ടുന്ന സിറ്റുവേഷനിലേക്ക് മെല്ലെ ആ ഒരു ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ നമ്മുടെ വേൾഡ് മാറിയിട്ടുണ്ടായി, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായി. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അങ്ങനെ ഇന്ത്യയും ചൈനയും ബ്രസീലും എല്ലാം കുറച്ചുകൂടി ഡെവലപ്ഡ് കൺട്രീസായിട്ട്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു കൺട്രീസായിട്ട് അവർ മാറി. നമുക്കറിയാം സ്റ്റിൽ ദേ ആർ നോൺ ആസ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏകദേശം 21 ചാപ്റ്റേഴ്സ് വരുന്നുണ്ടല്ലോ ഈ ഒരു അക്കാദമിക് ഇയറിൽ. നമുക്കതിൽ ജോഗ്രഫിയിലെ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതുപോലെ സിവിക്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ. ഇനി നമുക്ക് ഹിസ്റ്ററിയിൽ 2 ചാപ്റ്റേഴ്സ് മാത്രം അപ്ലോഡ് ചെയ്യാൻ വരുന്നത്. അതുപോലെ ജോഗ്രഫിയിൽ ഒരു 1.5 ചാപ്റ്റേഴ്സ്, അതായത് വാട്ടർ റിസോഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരെ വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്കതൊരു മിനറൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിങ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വേഗം അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.